കറിവേപ്പ് നന്നായിട്ട് തന്നെ തഴച്ച് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ചട്ടിയിലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ തന്നെ കറിവേപ്പ് വളർത്തിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റിലാണ് ഈ ഒരു കറിവേപ്പ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. നിറച്ചു ഇലകളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പലർക്കും കറിവേപ്പ് പിടിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ തഴച്ച് വളരാനും പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ 2 വീഡിയോ ചെയ്തിരുന്നു. ഈ ഒരു കറിവേപ്പ് നന്നായിട്ട് തന്നെ വളർന്ന് കിട്ടാനുള്ള കുറച്ച് ടിപ്പൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ട്. അടുക്കളയിൽ നിന്നും നമ്മൾ വെറുതെ കളയുന്ന ഉള്ളിയുടെ തൊലിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലിയുമാണ് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അടുക്കളയിൽ നിന്നുമുള്ള ഇതേപോലുള്ള വേസ്റ്റുകളൊന്നും കളയാതെ തന്നെ നമുക്ക് എടുത്തു വെക്കാം. ഇനി ഞാനൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഈ ഒരു വേസ്റ്റുകളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഉള്ളിയുടെ തൊലി മാത്രമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് മാത്രമല്ല നമ്മുടെ വെജിറ്റബിൾസിൻ്റെ എല്ലാ വേസ്റ്റും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആഴ്ത്തി കൊടുക്കാം. ഇനി നമുക്കിത് 2 ദിവസം ഇതേപോലെ അടച്ച് വെച്ചിട്ടൊന്ന് സ്റ്റോർ ചെയ്തെടുക്കണം. 2-3 ദിവസം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മൂടി വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പഴത്തിൻ്റെ തൊലിയും ഇതേപോലെ 2 ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിന് വേര് പിടിക്കാനൊക്കെ പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പഴത്തിൻ്റെ തൊലി. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുകയോ ചെയ്താൽ നമ്മുടെ കറിവേപ്പിന് നല്ലൊരു ഗ്രോത്ത് തന്നെ കാണാൻ പറ്റും. 2-3 ദിവസങ്ങൾക്ക് ശേഷം നമുക്കിത് തുറന്ന് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 3 ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. 2 ദിവസം നമ്മളിത് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒരു കട്ടൻ ചായയുടെ ഒരു കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് ഈ വെള്ളം മാത്രം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതി നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കോഴിമുട്ടയുടെ തോടും അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ കറിവേപ്പ് നന്നായിട്ട് കിട്ടും. അതേപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ വേസ്റ്റൊക്കെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിന് 1 പാത്രം വെള്ളമായിരുന്നു നമ്മൾ ആദ്യം വെച്ചിരുന്നത്. അതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് ഇതൊരിക്കലും ഒഴിച്ച് കൊടുക്കരുത്. ഇതിൽ 3 ഇരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിവേപ്പ് കരിഞ്ഞു പോകാൻ വരെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലി ഇട്ട് വെച്ചതിലേക്ക് 3 ഇരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പഴത്തിൻ്റെ തൊലി നമ്മുടെ കറിവേപ്പിലക്കും എല്ലാ ചെടികൾക്കും വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊന്നും വെറുതെ കളയാതെ ഈ ഒരു രീതിയിലൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് ചെയ്യുന്നതാണ് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അതും 2 ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ ഈ ഒരു രീതിയിൽ വെള്ളം പോലെ എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചെടികളിലൊക്കെ നമുക്ക് ആ ഗ്രോത്ത് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് അബ്സോർവായിട്ട് അത് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഒരു മാറ്റം പെട്ടെന്ന് തന്നെ നമുക്ക് ചെടികളിൽ കാണാനും പറ്റും.
കഞ്ഞിവെള്ളവും അതേപോലെ തന്നെ ഉള്ളിത്തൊലിയുടെ വെള്ളവും പഴത്തിൻ്റെ തൊലി ഇട്ടിട്ടുള്ള വെള്ളവുമാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു ഉള്ളിയുടെ വെള്ളം നമുക്ക് പിന്നെ കറിവേപ്പിലക്ക് മാത്രമല്ല ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം നമുക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു, ഇറച്ചി മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം, ആ ഒരു ബ്ലഡ് കലർന്നിട്ടുള്ള ആ ഒരു വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും, നന്നായിട്ട് തന്നെ ഇലകളൊക്കെ ഉണ്ടായി കിട്ടും. അന്നപ്പം നമ്മുടെ കറിവേപ്പ് തീരെ പിടിച്ച് കിട്ടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഉള്ളിത്തൊലിയുടെ വെള്ളം, അതേപോലെ തന്നെ കഞ്ഞിവെള്ളം, പഴംതൊലി ഇട്ടിട്ടുള്ള വെള്ളം, അതേപോലെ തന്നെ ഇറച്ചി മീനൊക്കെ കഴുകിയിട്ടുള്ള വെള്ളം, ഇവയൊക്കെ നമുക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒഴിവാക്കി കളയുന്ന കോഴിമുട്ടയുടെ തോട്, അതൊക്കെ നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കറിവേപ്പ് പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നത് കാണാം. അപ്പോൾ എല്ലാവരുടെ കറിവേപ്പ് നന്നായിട്ട് തന്നെ വളരട്ടെ.